എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുരേഷ്. നമ്മളിന്നൊരു പുതിയ ട്യൂട്ടോറിയൽ പഠിക്കുകയാണ്. വളരെ ചെറുതാണ്. നമ്മൾ സാധാരണ സ്റ്റോക്ക് മേടിക്കുന്നതിന് മുമ്പ് പല സ്റ്റോക്കുകൾ നമ്മൾ വാച്ച് ചെയ്യാറുണ്ട്. അത്തരം വാച്ച് ചെയ്യുന്ന സ്റ്റോക്കുകൾ നമ്മൾ ഒരു വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്യുകയും പിന്നെ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുകയും ആ സ്റ്റോക്കിനെ പറ്റി കൂടുതൽ പഠിക്കുകയും നമ്മൾ റൈറ്റ് ടൈമിൽ നമ്മൾ ആ സ്റ്റോക്കിൽ എൻട്രി ചെയ്യാറുണ്ട്. അപ്പോൾ അത് എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് ആ വാച്ച് ലിസ്റ്റ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ പറ്റിയാണ് ഈ ട്യൂട്ടോറിയൽ. പല വെബ്സൈറ്റുകളിലും ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റ് എങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം. നമ്മുടെ ഒരു സൈറ്റ് നമ്മുടെ NSEയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ NSE ഇന്ത്യയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് ആപ്പ് എന്ന് പറയുന്നത് മൈ NSE എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ താഴെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ന്യൂ യൂസർ രജിസ്റ്റർ ഹിയർ എന്ന് പറയുന്നതുകൊണ്ട് അവിടെ യൂസർ ഐഡിയും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ നമ്മുടെ മാർക്കറ്റ് വാച്ച് ലിസ്റ്റ് നമുക്കവിടെ കാണാൻ പറ്റും. പിന്നെ പൊതുവെ ആളുകൾ ഉപയോഗിക്കുന്ന മറ്റ് സൈറ്റാണ് moneycontrol.com. എല്ലാവരും എല്ലാവർക്കും അറിയാവുന്ന സൈറ്റാണ്. അവിടെയും നമുക്ക് അതിനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ ഏറ്റവും മേളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സൈൻ ഇൻ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അതിനപ്പുറത്ത് രജിസ്റ്റർ ഉണ്ട്. അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റോ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഉള്ള സ്റ്റോക്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. ഇതിവിടെ കാണാൻ പറ്റും. സ്റ്റോക്ക് ലാസ്റ്റ് വാച്ച് ലിസ്റ്റ് ആൻഡ് പോർട്ട്ഫോളിയോ ഇതിവിടെ കൂടെ കാണാൻ പറ്റും. നമുക്കത് കുറച്ചുകൂടി എങ്ങനെ എഫക്റ്റീവായിട്ട് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഫീഡ് ചെയ്യുന്ന ഡാറ്റാസ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യുകയും നമുക്ക് പിന്നീട് അത് വളരെ ഡീറ്റെയിലായിട്ട് കാണാനും അത് വാച്ച് ചെയ്യാനും പറ്റും. അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന 2 സോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഗൂഗിൾ ഫൈനാൻസും രണ്ട് ഗൂഗിളിൻ്റെ തന്നെ ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്ന അവരുടെ തന്നെ മറ്റൊരു ഇതാണ്. ആദ്യമേ പറയട്ടെ, ഈ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ്. ഗൂഗിൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, സെർച്ചിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്, വളരെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഈ ഗൂഗിൾ ഫൈനാൻസും ഗൂഗിൾ ഡ്രൈവും അത് ഡയറക്റ്റ് ഗൂഗിളിൻ്റെ അണ്ടറിൽ അല്ല എന്ന് നെറ്റിൽ കണ്ടു. എത്രമാത്രം അതിൻ്റെ ആധികാരികത കറക്റ്റാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അതിനകത്ത് വരുന്ന എല്ലാ ഡാറ്റാസും 100% ആക്യുറേറ്റ് അല്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അതൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലത്. നമുക്ക് എങ്ങനെ ഇത് ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഗൂഗിളിൽ പോവുക. എന്നിട്ട് അവിടെ ഇങ്ങനെ ഗൂഗിൾ ഡ്രൈവ് എന്ന് ടൈപ്പ് ചെയ്യുക. എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് ഗൂഗിൾ ഡ്രൈവ് അവരുടെ സൈറ്റിൽ പോകാൻ പറ്റും. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ ഗൂഗിൾ ഡ്രൈവിൻ്റെ മെയിൻ പേജിലെത്തിക്കഴിഞ്ഞു. അവിടെ നമുക്ക് നടുക്ക് കാണാൻ പറ്റും ഗോ ടു ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അതിനു മുമ്പ് അതിൻ്റെ ടോപ്പിൽ റൈറ്റ് സൈഡിൽ നോക്കി നമുക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞ് കാണാം. ഈ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇത് ഡൗൺലോഡ് ചെയ്യുകയും നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ അതിൻ്റെ ഡാറ്റാസ് കാണും. ഓൺലൈനിൽ തന്നെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. നമുക്ക് താഴെ കാണാൻ പറ്റും അതിൻ്റെ ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ ഒരു സിമ്പിൾ ഇവിടെ കഴിഞ്ഞാൽ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം, നമുക്ക് അല്ലാതെ തന്നെ ചെയ്യുകയും ചെയ്യാം. നമുക്കിപ്പോൾ നേരെ ഡയറക്റ്റ് നമ്മൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമ്മളൊരു ഗൂഗിൾ ഡ്രൈവിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാസ്വേഡ് ഇമെയിൽ യൂസർ നെയിം പാസ്വേഡും വേണം. അതിന് നമ്മൾ സാറിന് ഉപയോഗിക്കുന്നത് നമ്മുടെ ഇമെയിൽ ID തന്നെ ആണ് നമ്മൾ. അപ്പോൾ നമ്മുടെ ഇമെയിൽ ID നമ്മുടെ പാസ്വേഡും നമ്മുടെ നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ഡ്രൈവിൻ്റെ ഫ്രണ്ട് പേജിലെത്താൻ പറ്റും. അവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു റെഡ് കളറിൽ ന്യൂ എന്ന് കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ഷീറ്റ്സ് എന്ന് കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഷീറ്റ് തുറന്നു കഴിഞ്ഞ് അതിൻ്റെ പേജിലെത്തി കഴിഞ്ഞാൽ ബ്ലാങ്ക് ആയിരിക്കും. ആദ്യം ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെ ലെഫ്റ്റ് ടോപ്പിൽ നമുക്ക് അൺടൈറ്റിൽഡ് സ്പ്രെഡ്ഷീറ്റ് എന്ന് കാണാം. അവിടെ നമുക്ക് ജസ്റ്റ് നമുക്കൊരു പേര് നമുക്ക് കൊടുക്കാം. വാച്ച് ലിസ്റ്റ് ഒന്നും നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫയലിൽ പോവുക. സ്പ്രെഡ് ഷീറ്റ് സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് താഴെയായിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക.
അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സെറ്റിങ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. സെറ്റിംഗ് ഫോർ ദിസ് സ്പ്രെഡ്ഷീറ്റ്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. നമ്മളവിടെ മറ്റേ അമേരിക്ക എന്നുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നുള്ളിടത്ത് നമ്മുടെ ഇന്ത്യ സെലക്ട് ചെയ്യുക. ഇന്ത്യ തന്നെ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്, പല ലാംഗ്വേജസും പറ്റും, നമുക്ക് പല ലാംഗ്വേജ് ചെയ്യാം. തൽക്കാലം നമ്മൾ നമ്മുടെ ഇന്ത്യ എന്നുള്ളത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ടൈം സോണിൽ പോകുന്നു. ഇന്ത്യൻ ടൈം സോണ് നമുക്ക് പോയി കഴിഞ്ഞാൽ GMT 5:30 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ നമുക്ക് അവിടെ കിട്ടും. അവിടെ അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് റീകാൽക്കുലേഷൻ എന്നുണ്ട്. ഓൺ ചേഞ്ച് ഓൺ എവരി മിനിറ്റ്, ഓൺ ചേഞ്ച് എവരി അവർ ഉണ്ട്. നമുക്ക് തൽക്കാലം ഇത് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പം നമ്മുടെ ആ ഡാറ്റാസ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഇതനുസരിച്ച് മാറ്റും. ഇപ്പം നമ്മൾ ഇപ്പം മാർക്കറ്റിൽ ലൈവായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഓൺ ചേഞ്ച് ചെയ്താണ്. നമുക്ക് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഉണ്ടാകുന്ന അപ്ഡേറ്റ് എനിക്കൊന്ന് 15 മിനിറ്റ്സ് ഡിലേ ഉണ്ടാകുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ തൽക്കാലം നമുക്ക് 1 മിനിറ്റ് എന്നുള്ള നമ്മൾ 1 അവർ നമ്മൾ തൽക്കാലം സേവ് ചെയ്യുന്നു. നമ്മളിത് സേവ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സെറ്റിങ് കഴിഞ്ഞ് ഷീറ്റ് നമ്മുടെ ഫ്രണ്ട് പേജ് തന്നെ വീണ്ടും എത്തിയിരിക്കുന്നു. ഒരു കാര്യം ഓർക്കുക, നമ്മൾ എന്തെങ്കിലും ഡാറ്റാസ് ഇതിനകത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇത് സേവ് ആയിക്കോളും. അത് നമ്മൾ ഓർത്തിരിക്കുക. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എക്സൽ ഷീറ്റ് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ ഷീറ്റ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഓരോന്നോരോന്ന് ഒന്ന് മനസ്സിലാക്കാം. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ നമ്മുടെ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റ് നമ്മൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗവും മറ്റും അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് രണ്ടെണ്ണം ഞാൻ നെറ്റിൽ കോപ്പി ചെയ്തതാണ്. ക്രിയേറ്റ് യുവർ സെൽഫ് എ വാച്ച് ലിസ്റ്റ് ഫോർ സ്റ്റോക്സ് യു വുഡ് ലൈക്ക് ടു കീപ് ഓൺ യുവർ റഡാർ. യൂസ് ദിസ് ടു കീപ് ട്രാക്ക് ഓഫ് യുവർ ഐഡിയാസ്. നമ്മളിപ്പോൾ സ്റ്റോക്ക് ഓൾറെഡി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാണ്, ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. എന്നാലും നമ്മൾ ഒരു പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ് നടത്തുന്നതിന് മുമ്പ് നമ്മൾ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നമ്മൾ മേടിക്കാൻ പോകുന്ന സ്റ്റോക്സ് അത് നമ്മൾ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണം. എല്ലാ ഇൻവെസ്റ്റേഴ്സും അത്രയും ഒന്ന് ഉണ്ടാക്കണമെന്ന് പല ഫേമസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സും പറയുന്നുണ്ട്. അപ്പം എന്നിട്ട് അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എപ്പോഴാണ് ആ റൈറ്റ് ടൈമിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നത്, ആ റൈറ്റ് ടൈമിൽ നമുക്കത് എൻ്റർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വച്ചതിന് ശേഷം നമ്മളത് നിരന്തരം വാച്ച് ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ടിരിക്കുക. അതിനകത്ത് വേണ്ടാത്ത സ്റ്റോക്കുകൾ മാറ്റുക. നമുക്ക് വേണ്ടപ്പെട്ട സ്റ്റോക്കുകൾ മാത്രം നമ്മൾ നിലനിർത്തിക്കൊണ്ട് നമുക്ക് എപ്പോൾ റൈറ്റ് ടൈമിൽ നമുക്ക് അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി പ്രൈസ് താഴെ വരുന്ന സമയത്ത് നമ്മളത് മേടിക്കാം. അത് ഇത്ര ഡീറ്റെയിൽസ് നമുക്ക് ഓൺലൈനിൽ കിട്ടുകയാണ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് പോകുന്നില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിന് വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ഷീറ്റിൽ 1-2 അപ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ട് ആ ഡാറ്റാസ് നമ്മളിങ്ങനെ ഫീഡ് ചെയ്യുന്നതിൻ്റെ ഫോർമുലയുടെ ഒരു ചെറിയ ഫോർമാറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്ന ആ ഷീറ്റിൽ നമ്മൾ ആ ഷീറ്റിൽ ഗൂഗിൾ ഫൈനാൻസ്, പിന്നെ നമ്മൾ ബ്രാക്കറ്റിൽ സിമ്പൽ അല്ലെങ്കിൽ ടിക്കർ, പിന്നെ നമുക്ക് വേണ്ട ആട്രിബ്യൂട്ട് നമുക്ക് ഏതാണ് വേണ്ടത്, പ്രൈസാണോ വേണ്ടത്, വോളിയമാണോ വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഫോർമാറ്റിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് ആദ്യം മനസ്സിലാക്കാൻ എന്താ സിമ്പിൾ അല്ലെങ്കിൽ ടിക്കർ എന്താണെന്ന് മനസ്സിലാക്കുക. ദ ടിക്കർ സിമ്പിൾ ഓഫ് ദ സെക്യൂരിറ്റി ടു കൺസിഡർ. നമ്മൾ ഏത് കമ്പനിയുടെ സിമ്പിളാണോ അല്ലെങ്കിൽ ടിക്കർ അല്ലെങ്കിൽ സിമ്പിളാണോ ഉപയോഗിക്കാൻ പോണേ. നമ്മൾ BSEയുടെ അല്ലെങ്കിൽ NSE സൈറ്റിൽ അല്ലെങ്കിൽ ഓരോ കമ്പനിയുടെ ഉപയോഗിക്കാൻ ഓരോ കമ്പനിക്ക് പെർട്ടിക്കുലർ നെയിം ഉണ്ടാകും. നമ്മളത് കാണിച്ചു തരാം. ആ കുട്ടികൾ നമ്പർ ഉണ്ടാക്കൽ നെയിമുണ്ട്. NSE നെയിം ആയിരിക്കും, BSEയിലാണെങ്കിൽ നമ്പർ ആയിരിക്കും. ആ നമ്പറാണ് നമ്മൾ സിമ്പിൾ അല്ലെങ്കിൽ ടിക്കറായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ്, വോളിയം അല്ലെങ്കിൽ നമുക്ക് വേണ്ട എന്ത് ഡീറ്റെയിൽസാണ് വേണ്ടത് അത് ഇതാണ് നമുക്ക്. ആദ്യമായിട്ട് കുറേ ഡാറ്റാസ് ഉണ്ട്. അപ്പോൾ ഗൂഗിൾ ഫൈനാൻസിൽ കിട്ടുന്ന പോസിബിൾ ആട്രിബ്യൂട്ട്സാണ് ഞാനിവിടെ കോപ്പി ചെയ്തിരിക്കുന്നത്.
ഒന്ന് ആദ്യത്തേത് പ്രൈസാണ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് ഓപ്പൺ, ഹൈ കൂടുതൽ, അന്നത്തെ കുറവ്, അന്നത്തെ വോളിയം, കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ്, അതിൻ്റെ ട്രേഡ് ലാസ്റ്റ് സമയം ട്രേഡ് ചെയ്തത്, കമ്പനിയുടെ PE, EPS, അതുപോലെ തന്നെ 52 മാസത്തെ ഹൈ, 52 മാസം ലോയ്, അതുപോലെ യെസ്റ്റർഡേ ഇന്നലത്തെ മാർക്കറ്റ് ക്ലോസ് ചെയ്യാനുള്ള പ്രൈസും ഇന്നത്തെയായിട്ടുള്ള പ്രൈസിനായിട്ടുള്ള വ്യത്യാസം, അതുപോലെ അതിൻ്റെ പെർസെൻറ്റേജ്, യെസ്റ്റർഡേ ഉള്ളതിൻ്റെ പെർസെൻറ്റേജ്, പിന്നെ ക്ലോസിംഗ് പ്രൈസ്, ഇന്നലത്തെ ക്ലോസിംഗ് പ്രൈസ്, ഇങ്ങനെ പല ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഞാൻ കുറച്ച് മാത്രം ഒന്ന് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനി എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് വേണ്ടത് അതിൻ്റെ കമ്പനി. അപ്പോൾ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു ഐഡൻറ്റിറ്റി എല്ലാ കമ്പനിക്കും ഉണ്ടാകും. അപ്പോൾ ഞാനിതിവിടെ ഒരു ഉദാഹരണമായിട്ട് കാണിച്ചിരിക്കുന്നത് നിതിൻ സ്പിന്നേഴ്സിൻ്റെയാണ്. നമ്മളതിൻ്റെ BSEയുടെ നിതിൻ സ്പിന്നേഴ്സ് എന്ന് ഗൂഗിൾ പേ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഞാൻ മണി കൺട്രോളിൽ നിന്ന് കോപ്പി ചെയ്തതാണ്. നിതിൻ സ്പിന്നേഴ്സിൻ്റെ താഴെ BSE എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ BSEയുടെ അതിൻ്റെ കോഡുണ്ട്, 532698 എന്നാണ്. NSEയിലാണെന്നുണ്ടെങ്കിൽ നിതിൻ സ്പിൻ എന്നുണ്ട്. പിന്നെ അത് ഏത് സെക്ടറിൽപ്പെട്ട സ്റ്റോക്കാണ്, മറ്റു കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രൈസ്, ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് ഉണ്ട്, NSEയുടെ BSE ക്ലോസിംഗ് പ്രൈസ് ഉണ്ട്. അപ്പോൾ അതിന് തൊട്ട് താഴെയായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ക്ലോസിംഗ് ഉണ്ട്, ഇന്നത്തെ ഓപ്പൺ പ്രൈസ് ഉണ്ട്, ബിഡ് ക്വാണ്ടിറ്റി, ഓഫർ ക്വാണ്ടിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അതിന് തൊട്ട് താഴെ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ഹൈ ഉണ്ട്, ഇന്നത്തെ ലോ ഉണ്ട്, 52 മാസത്തെ ഹൈ ഉണ്ട്, ലോ ഉണ്ട്, പിന്നെ അപ്പർ ബാൻഡിൻ. ആദ്യമായിട്ട് നമ്മുടെ എക്സൽ ഷീറ്റ് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മൾ എന്തെങ്കിലും റെഫറൻസോ കോഡോ സീരിയൽ നമ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കവിടെ ഫസ്റ്റ് കോളത്തിൽ ആഡ് ചെയ്യാം. അതിന് സെക്കൻഡ് കോളത്തിൽ കമ്പനി നെയിം ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കമ്പനിയുടെ കോഡ് ആഡ് ചെയ്യാം. പ്രൈസ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് നമുക്കിവിടെ ആഡ് ചെയ്യാം. അതിന് തൊട്ട് താഴെ നമ്മൾ മുമ്പ് കണ്ട ആ ഫോർമുലാസ് നമുക്ക് എങ്ങനെ ഇവിടെ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അതിന് ഞാൻ ഓൾറെഡി ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാനിവിടെ കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്, കാര്യങ്ങൾ മനസ്സിലാകും. അതിന് സമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. ഞാൻ 2 ദിവസം മുമ്പ് അതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവ നമ്മളിപ്പോൾ പറയുന്ന ഫസ്റ്റ് റെഫറൻസ് കോഡ്, കമ്പനിയുടെ പേര് രണ്ടാമത്തെ കോളത്തിൽ, സ്റ്റോക്കിൻ്റെ കോഡ്, അത് BSEയുടെ കോഡ് നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെ അടുത്തത് നമ്മൾ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ്, അതുപോലെ തന്നെ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്, കമ്പനിയുടെ കറണ്ട് പ്രൈസ്, അതായത് കഴിഞ്ഞ ലാസ്റ്റ് ട്രേഡിംഗ് ക്ലോസിംഗ് റേറ്റാണ് ഈ കാണുന്നത്. പിന്നെ 52 മാസത്തെ ഹൈ ഉണ്ട്, 52 മാസത്തെ ലോ ഉണ്ട്, പിന്നെ ഇതിന് തൊട്ട് മുമ്പിലത്തെ പ്രീവിയസ് ക്ലോസിംഗ് റേറ്റ് ഉണ്ട്, പിന്നെ കമ്പനിയുടെ EPS ഉണ്ട്, ഏണിംഗ് പെർ ഷെയർ, ആൻഡ് പിന്നെ നമുക്ക് PE റേഷ്യോ കാണാം. പിന്നെ ഇന്നത്തെ പ്രൈസ്, ഓപ്പൺ ചെയ്ത പ്രൈസ് ഉണ്ട്, ഇന്നത്തെ ഹൈ ഉണ്ട്, ഇന്നത്തെ ലോ ഉണ്ട്, ഇന്നത്തെ കമ്പനിയുടെ നമ്പർ ഓഫ് ഷെയർസ്, ഇന്നത്തെ വോളിയം ഇതിനകത്തുണ്ട്, എത്ര ട്രേഡ് നടന്നുള്ള വോളിയം ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ പ്രൈസ് ചേഞ്ച് ഉണ്ട്, അത് എത്ര വ്യത്യാസം നമ്മുടെ ഇന്നലത്തെ ക്ലോസിങ്ങും ഇന്നത്തെ ക്ലോസിങ്, അതായത് ഇന്നലത്തെ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഷെയറിൻ്റെ 37 ആയിരുന്നു, ഇന്നത്തെ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ 38.50. ഇപ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ₹1.80. എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ഉണ്ടായി, അത് 4.5% അതിൻ്റെ പ്രൈസ് വേരിയേഷൻസ് ഇന്ന് ഉണ്ടായിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽസാണ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ വേണ്ടവർക്ക് നമുക്ക് അതനുസരിച്ച് ആഡ് ചെയ്യാം. ഇപ്പം നമുക്ക് ഈ സ്റ്റോക്കും ഇന്ന് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അടുത്ത കോളത്തിൽ ബൈ ഇട്ടിട്ട് എത്ര രൂപയ്ക്ക് മേടിച്ചു, നമ്മുടെ ലാഭം കാര്യങ്ങൾ നമ്മൾ എക്സൽ ഷീറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ആഡ് ചെയ്യുന്നു, ഇതെവിടുന്ന് ഈ ഡീറ്റെയിൽസ് എവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ ഏത് കമ്പനിയുടെയും നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ എങ്ങനെ ചെയ്തു, ഞാനിത് ചെയ്തത് നമുക്കൊന്ന് കാണിച്ചു തരാം.
അത് നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ പോകുന്നു. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം നിതിൻ സ്പിന്നിങ്. അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ ഏതെങ്കിലും സ്റ്റോക്ക് വാച്ച് ചെയ്യാനുള്ള ഒരു നമ്പർ ഇടാറുണ്ട്, കോഡ് ഇടാറ് തിരിച്ചറിയാൻ വേണ്ടി ഇടുന്നതാണ്. ചിലപ്പോൾ ഷോർട്ട് ടൈം ആണെങ്കിൽ ഞാൻ ഷോർട്ട് എന്ന് ഇടാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ നമ്പർ ഇടാറുണ്ട്. അതിന് തൊട്ടും കമ്പനിയുണ്ട്, ബാക്കി മറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡെയിലി എല്ലാം കാണുന്നതാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഈ സ്റ്റോക്കിൻ്റെ കോഡെന്ന് എഴുതിയ എൻ്റെ സീരിയൽ നമ്പർ ഇരുന്നത് Q2 18ാമത്തെ സ്റ്റോക്കാണ്. ഈ ഞാൻ ഏപ്രിലിന് ശേഷമുള്ളത് ക്യൂ എന്നിട്ടിരിക്കുന്നത്. അപ്പം താഴെ കാണാം പച്ച, ഞാൻ ഈ പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രീൻ കളറിൽ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്ത് കാണാൻ പറ്റും, ബോൾഡും ചെയ്തിട്ടുണ്ട്. Q2 18 നമ്മൾ ഗൂഗിളിൽ പോയിട്ട് നിതിൻ സ്പിന്നേഴ്സിൻ്റെ ഷെയർ പ്രൈസ് ഒന്ന് അടിക്കുക, എൻട്രി ചെയ്യുക. എൻട്രി ചെയ്യുമ്പോൾ അതിൻ്റെ ഷെയർസിൻ്റെ ഡീറ്റെയിൽ കിട്ടും. നമ്മൾ ഏതെങ്കിലും സൈറ്റ്, ഇപ്പം BSEയുടെ സൈറ്റിലോ ഏതെങ്കിലും സൈറ്റിലും, തൽക്കാലം നമുക്ക് മണി കൺട്രോളിൻ്റെ സൈറ്റിൽ തന്നെ പോകാം. നമ്മൾ മണി കൺട്രോളിൽ നമ്മുടെ നിതിൻ സ്പിന്നേഴ്സിൻ്റെ സൈറ്റിൽ ഇപ്പോൾ കാണുന്ന ഇവിടെ നിന്നാണ് ഞാൻ കട്ട് ചെയ്തിട്ട് മറ്റേ ട്യൂട്ടോറിയലിൻ്റെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനകത്ത് ഞാനിത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ചെന്നിട്ട് നമ്മൾ അത് കമ്പനിയുടെ പേര്, കമ്പനിയുടെ പേര് ഞാൻ ഇവിടുന്ന് തന്നെയാണ് നമ്മുടെ സ്റ്റോക്ക് ലൈൻ ഗ്രൂപ്പിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് തന്നെയാണ് ഇവിടെ നിന്നാണ് ഇത് കോപ്പി ചെയ്തിട്ട് അവിടെ അത് പേസ്റ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ കമ്പനിയുടെ കോഡ് മനസ്സിലാക്കാനായിട്ട് മണി കൺട്രോളിൽ പോയതിന് ശേഷം നമ്മൾ അതിൻ്റെ BSEയുടെ ഈ കോഡ് അവിടുന്ന് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഈ ഷീറ്റിൽ ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മാനുവലായിട്ട് ചെയ്യണം. അത്രയും ചെയ്തതിന് ശേഷം ബാക്കിയൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ അടുത്തത് നമുക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ആദ്യം നമ്മൾ ഒരു കമ്പനിയുടെ പേരും ആദ്യം കോഡും കൊടുത്ത്, ഇത് 2-3 രീതിയിൽ ചെയ്യാം. ഞാൻ ഒരു രീതി മാത്രം പറഞ്ഞു തരുന്നുള്ളൂ. അത് എല്ലാം കൂടെ ആയി കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചാണ്. ഈ കോഡ് നമ്മളും പറഞ്ഞു, ആദ്യം നമ്മൾ ഈ കോഡും കമ്പനിയുടെ പേര്, ഈ കോഡും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മാനുവലി ഫീഡ് ചെയ്യുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് അതിനകത്തുള്ളത് ഗൂഗിൾ ഫൈനാൻസിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അത് ഫീഡ് ചെയ്യും. അപ്പം നമുക്ക് വേണ്ടപ്പെട്ട ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ ആദ്യം നമ്മൾ എന്തൊക്കെയാണ് വേണ്ടത് അത് നമ്മൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം മറ്റുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് അടുത്ത ഡീറ്റെയിൽസ് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽസ് വേണ്ടത്, നമുക്ക് മേളിൽ കിടന്ന ഹെഡ്ലൈൻസ് നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത് നമ്മൾ ആദ്യം അത് ടൈപ്പ് ചെയ്യുക. അതനുസരിച്ചുള്ള ഡാറ്റാസാണ് നമ്മൾ അതിൻ്റെ ഫോർമുലാസാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി അടുത്ത പേജിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഗൂഗിളിൽ പോയി നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൻ്റെ ഫൈനാൻസ് സൈറ്റിൽ നിന്ന് അതിൻ്റെ അത്യാവശ്യം ഒരുമാതിരിപ്പെട്ട എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് കിട്ടും. അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കുറച്ചൊരു ചെറിയ വിവരണം നമുക്ക് അതിനകത്ത് കിട്ടും. ഫോർ എക്സാമ്പിൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കറണ്ട് മാർക്കറ്റ് ക്യാപ്പാണ്. മാർക്കറ്റ് ക്യാപ്പിന് വേണ്ടിയിട്ട് നമുക്കതിൻ്റെ ഗൂഗിളിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പറ്റും മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റും മാർക്കറ്റ് ക്യാപ്പ്, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ദ സ്റ്റോക്ക്, അതിൻ്റെ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ്. അതുപോലെ ഫസ്റ്റിൽ നമുക്ക് കാണാം പ്രൈസ് ഓപ്പൺ, കറണ്ട് ഡേയ്സ്, ഇന്നത്തെ അല്ലെങ്കിൽ ഏറ്റവും ട്രേഡ് നടന്ന ലാസ്റ്റ് ഡേയിലെ ഹൈ ലോയ്, അതിൻ്റെ വോളിയം, എല്ലാ ഡീറ്റെയിൽസും ഇതാണ്. ആട്രിബ്യൂട്ട്സും നമ്മൾ ആദ്യം സെക്കൻഡ് പേജിൽ പറഞ്ഞ ആട്രിബ്യൂട്ട്സ് നമ്മൾ ഫീഡ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഈ ആട്രിബ്യൂട്ടിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇത് കണ്ടത്. ഈ കമ്പനിയുടെ സിമ്പിൾ നമ്മളിപ്പോൾ BSE കോപ്പി ചെയ്ത് സിമ്പിൾ ടിക്കർ എന്ന് പറയുന്നതാണ് നമ്മൾ നിതിൻ സ്പിന്നിങ്ങിൻ്റെ നമ്മൾ കോപ്പി ചെയ്ത് നമ്പർ നമ്മൾ കോപ്പി ചെയ്ത് അവിടെ കാണിച്ചത്. ഇപ്പം ഇതിവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഗൂഗിളിൽ ഏതൊക്കെ അവൈലബിൾ ആണെന്നുള്ള അതനുസരിച്ചിട്ടുള്ള നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് കിട്ടും. പക്ഷേ കുറച്ച് ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. ചിലതൊന്നും ഞാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. ചിലത് കാര്യം എന്താണെന്നറിയില്ല, അപ്ഡേഷൻ വല്ല പ്രശ്നമായിരിക്കാം. പക്ഷെ ശരിക്കും ഓൺലൈനിൽ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത് ഇത് കൂടുതലും കണക്ട് ചെയ്തിരിക്കുന്ന അമേരിക്കൻ മാർക്കറ്റുമായിട്ടാണ്. മറ്റുള്ള റീജിയണൽ മാർക്കറ്റുമായിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഒരു അപ്ഡേറ്റഡ് ഡാറ്റാസ് കൂടുതലുള്ളത്
അമേരിക്കൻ മാർക്കറ്റാണ്. അപ്പോൾ പിന്നെ അതിൻ്റേതായ വ്യത്യാസങ്ങളും കുറച്ച് വേരിയേഷൻസ് കാണാനായിട്ട് സാധ്യതയുണ്ട്. നമുക്ക് തിരിച്ച് നമ്മുടെ ആ പേജിലോട്ട് പോകാം. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എങ്ങനെ ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നത് ഞാനിവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആദ്യത്തെ പേജിൽ തന്നെ ഞാൻ കാണിച്ചു തന്നു. ഇവിടുത്തെ ഇങ്ങനെ ഇവിടെ ഈക്വൽ ടു ഗൂഗിൾ ഫൈനാൻസ്, പിന്നെ നമ്മൾ ടിക്കർ കൊടുക്കുക, ആട്രിബ്യൂട്ട്സ് കൊടുക്കുക. ആട്രിബ്യൂട്ട്സ് കൊടുക്കുമ്പം അതിൻ്റെ ആ ഇൻവേർട്ടഡ് കോമ കൊടുക്കാനായിട്ട് മറക്കരുത്. ഇത് ഞാൻ കാണിച്ചു തരാം, എങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ആദ്യം ഞാൻ മാർക്കറ്റ് ക്യാപ്പാണ് കൊടുത്തത്, കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേളിൽ കാണാൻ പറ്റും. ഈക്വൽ ടു മേളിൽ ഇവിടെ തന്നെ കാണാൻ പറ്റും. ഈക്വൽ ടു ഗൂഗിൾ ഫൈനാൻസ് C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സൽ ഷീറ്റിൻ്റെ അതേ ഫോർമാറ്റ് തന്നെ മേളിൽ ABCD ഉണ്ടാകും. അതിൻ്റെ 3 ഇതാണ് നമ്മളെ കോഡ്. ഞാൻ ആ കോഡായിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. പിന്നെ ഒരു കോമ ഇടുക. ഇൻവേർട്ടഡ് കോമയിൽ നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് കാണിച്ചിരിക്കുന്നു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൻ്റെ ഡേറ്റ് മാർക്കറ്റ് ക്യാപ്പ് അത് കിട്ടും. ഒരു ഉദാഹരണത്തിന് ഞാൻ മണി കൺട്രോളിൽ പോയിരിക്കുന്നു. അവിടുന്ന് ഇൻഫോസിസിൻ്റെ ഷെയർ പ്രൈസ് എടുത്തിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഡീറ്റെയിൽസ്. ഞാൻ നമ്മുടെ പേജിൽ ഇൻഫോസിസ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കമ്പനിയുടെ പേര് കൊടുത്തു. ഇൻഫോസിസിൻ്റെ കോഡ് അതിന് തൊട്ട് താഴെ കിടപ്പുണ്ട് 500-209. ഞാൻ ആ കോഡ് ടൈപ്പ് ചെയ്തു. ഇനി എനിക്ക് എൻ്റെ ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എങ്ങനെ അറിയാമെന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റ് ക്യാപ്പിൻ്റെ നമ്മൾ ആദ്യം നമ്മുടെ ഈക്വൽ ടു അടിച്ചു. അതിനുശേഷം നമ്മൾ ഗൂഗിൾ ഫൈനാൻസ് ജിയോ അടിച്ചാൽ മതി. അപ്പോൾ ഗൂഗിൾ ഫൈനാൻസ് വരും. ക്ലിക്ക് ചെയ്യുക. വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു നമ്മുടെ അടുത്ത കമ്പനിയുടെ മേളിൽ കാണാൻ പറ്റും. നമ്മൾ ടിക്കർ കൊടുക്കാനായിട്ടുള്ള ഒരു നമുക്ക് ഡീറ്റെയിൽ അവിടെ ഓട്ടോമാറ്റിക്കലി പോപ്പപ്പ് ആയിട്ട് വന്നു കഴിഞ്ഞു. അതിന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ജസ്റ്റ് നമ്മുടെ ഈ സ്റ്റോക്കിൻ്റെ കോഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതായത് സിയിൽ 22ാമത്തെ കോളത്തിലാണ് ഇത്. നമ്മുടെ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാനൊരു കോമ ഇടുന്നു. കോമ ഇട്ടതിന് ശേഷം നമ്മുടെ ഇൻവേർട്ടഡ് കോമയിൽ മാർക്കറ്റ് ക്യാപ്പ് അടിക്കുന്നു. നമ്മൾ വേണമെങ്കിൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഈവൻ എൻട്രി അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ക്ലോസ് ആവും. നമ്മുടെ ഇൻവേർട്ടഡ് കോമ കൊടുക്കാനായിട്ട് മറക്കരുത്. എൻട്രി അടിക്കാം. വൈഫൈ കുറച്ച് സ്ലോ ആണ്, അതാണ് സമയം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അത് കറക്റ്റാണോ നമുക്ക് നോക്കാം. 27041 നമുക്ക് നോക്കാം. 27041 270 നമുക്കിവിടെ കാണാൻ പറ്റും. എൻ്റെ മാർക്കറ്റ് ക്യാപ്പ് അപ്പോൾ നമുക്കതിൻ്റെ ക്യാപിറ്റൽ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എത്ര കോടി അത് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പം നമുക്ക് ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ കാണിച്ചിരിക്കുന്നതിൽ കുറച്ചുകൂടെ
കുറച്ച് വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഗൂഗിൾ ഫൈനാൻസിൻ്റെ സൈറ്റിലുള്ള ആ ഡീറ്റെയിൽസാണ് വന്നത്. അപ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകും. അപ്പം അതുപോലെ തന്നെ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് എന്ന് പറഞ്ഞാൽ അടുത്ത കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ മേളത്തെ നമ്മൾ ഒരൊറ്റ ഫോർമുല ഒരിടത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഈ ഡാറ്റാസ് എല്ലാം വരും. ഒരു കാര്യം ഓർത്തിരിക്കുക, ചില സമയത്ത് നമ്മൾ കോഡിയുടെ സമയത്ത് നമുക്ക് ചിലപ്പോൾ കോഡ് ഇട്ട് കഴിഞ്ഞാൽ തെറ്റുന്ന വല്ലതും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഇപ്പം നമ്മളിപ്പോൾ മണി കൺട്രോൾ കോപ്പി ഗൂഗിളിൽ പോയിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ ഫൈനാൻസ് സൈറ്റിൽ പോയിട്ട് അവിടെ നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. അതുപോലെ വേറെ കാര്യം നമുക്ക് കാണാൻ ഇവിടെ എൻ എന്ന് കാണിച്ചിട്ടുണ്ട്, ചിലതൊക്കെ എൻ എന്ന് കാണിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് ഗൂഗിൾ ഫൈനാൻസിൽ അത് അവൈലബിൾ അല്ല എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. ഇപ്പോൾ എത്ര ഷെയർ, ഇപ്പോൾ ഇതിൻ്റെ എത്ര ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ ഉണ്ടെന്നറിയാം. നമ്മളത് അതിൻ്റെ സൈറ്റിൽ പോയിട്ട് ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്തതുപോലെ തന്നെ ഇൻഫോസിസും സ്പിന്നിങ് സെർച്ച് ചെയ്തതുപോലെ ഇവിടെയും സെർച്ച് ചെയ്യുക. ആ സെർച്ച് ചെയ്തതിന് ശേഷം ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. മാനുവലായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടി വരും. അതാണ് ചിലടത്ത് നമ്മൾ എന്നു കിടപ്പുണ്ട്. അത് ഗൂഗിൾ അടുത്ത കോളത്തിൽ നമ്മൾ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് എത്ര കമ്പനി എത്ര ഷെയർസ് ഉണ്ടെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതേപോലെ തന്നെ ഫോർമുല ഇവിടെയും കൊടുക്കുക. ഈസ് ഈക്വൽ ടു അതിനുശേഷം ഗൂഗിൾ ഫൈനാൻസ് സെലക്ട് ചെയ്യുക. ദെൻ ബ്രാക്കറ്റിൽ നമ്മുടെ പഴയ പോലെ തന്നെ C22 സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം കോമ ഇടുക. ഈ ആട്രിബ്യൂട്ട്സ് എല്ലാം ഇതുപോലെ തന്നെ കൊടുത്താൽ മതി. കുറച്ച് വൈഫൈ സ്ലോ ആയതുകൊണ്ടാണ് സമയം എടുക്കുന്നത്. നമ്മൾ ആട്രിബ്യൂട്ട്സ് കൊടുത്തു കഴിഞ്ഞു. ഈസ് ഈക്വൽ ടു ഗൂഗിൾ ഫൈനാൻസ് ബ്രാക്കറ്റിൽ നമ്മുടെ ഇത് സെലക്ട് ചെയ്യുക, നമ്മുടെ കമ്പനിയുടെ കോഡ് സെലക്ട് ചെയ്യുക, കോമ ഇടുക, ഇൻവെർട്ടർ കോമയിൽ ഷെയർ എന്ന് ചെയ്യുക, ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. നമുക്ക് എത്ര ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അത് ഫോർമുല കൊടുത്തു. അത് ഗൂഗിൾ ഫൈനാൻസിൻ്റെ സൈറ്റിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണ്. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫോർമുല ചെറിയൊരു പ്രശ്നം വന്നാന്ന് തോന്നുന്നു, അത് ശരിയായില്ല. ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് പറഞ്ഞാൽ ഈ വാല്യൂ കിട്ടിയിരിക്കുന്നത് 229497 നമുക്ക് നോക്കാവുന്ന. അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് കിട്ടാനായിട്ട് മണി കൺട്രോളിൽ നമ്മൾ ടോട്ടൽ ഷെയർ പാറ്റേൺ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എത്ര ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ഉണ്ടെന്ന് കാണാം. കുറച്ച് ചെറിയൊരു വേരിയേഷൻസ് ഉണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഗൂഗിൾ ഫൈനാൻസിൻ്റെ കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഡാറ്റ ഇതിനകത്ത് വരുന്നത്. അപ്പം അതും പ്രകാരമാണ് ഇവിടെ ഇത് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത കോളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനിയും ഞാൻ ഓരോന്ന് ഇവിടെ തന്നെ കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നതെന്ന്. ഇതേപോലെ തന്നെ ഡാറ്റാസ് നമ്മൾ ഇട്ടാൽ മതി. അത് ഗൂഗിളിൽ ഇപ്പോൾ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു ഗൂഗിൾ ഫൈനാൻസ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കമ്പനിയുടെ കോഡ് ക്ലിക്ക് ചെയ്യുക. അത് C3 ഇവിടെ ഈ കമ്പനിയുടെ C3 പിന്നെ കോമ ബ്രാക്കറ്റിൽ ഇൻവെർട്ടഡ് ബ്രാക്കറ്റിൽ നമ്മൾ മറ്റേ ഇത് പ്രൈസ് ഇൻവെർട്ടഡ് ബ്രാക്കറ്റ് എന്ന് തന്നെയാണല്ലോ പറയുന്നത് അല്ലേ? അത് എനിക്ക് സംശയം. ഇനി നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ആ പ്രൈസ് ഇതേപോലെ തന്നെ അടിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്രൈസ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക്
52 ഹൈറ്റ് 52 ഹൈ ആണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഷെയറിൻ്റെ ഇസിക്കൽ ടു ഗൂഗിൾ ഫൈനാൻസ്. അതുപോലെ നമ്മൾ കോഡ് സെലക്ട് ചെയ്യുക, അതിൽ ശേഷം കോമയ്ക്ക് ശേഷം ഹൈ 52 52 മാസം അല്ല ഒരു കൊല്ലത്തെ ഹൈ അറിയാൻ വേണ്ടിയിട്ട് അവിടെ അടിച്ചു കഴിഞ്ഞാൽ എൻട്രി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും. ജസ്റ്റ് ഇത് ആ ഫോർമുല ഒന്ന് അറിഞ്ഞിരുന്നാൽ പിന്നെ നമ്മൾ അത് ടൈപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്താൽ മതി. ആ സെയിം തന്നെ ഇവിടെ ഇവിടെ നമുക്ക് ഇപ്പം ഞാൻ ചെയ്താൽ ഇവിടെ ഹൈ ഇവിടെ കിട്ടും. അടുത്ത ലോ കാണാം, ഇവിടെ ലോ, ഇവിടെ ലോ ഉണ്ട്, ഇവിടെ ലോ ഉണ്ട്. ആ ലോ അതുപോലെ തന്നെ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ പ്രീവിയസ് ക്ലോസിങ്ങിൻ്റെ എല്ലാം അവിടുന്ന് കട്ട് ചെയ്യുക. നമ്മുടെ ഇതെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് കിട്ടും. ഇനി എക്സ്ട്രാ നമുക്ക് എല്ലാം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കോളങ്ങളിലേക്ക് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പം ഈ ഒരു ഡാറ്റ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡെയിലി നമ്മുടെ മാർക്കറ്റ് വാച്ച് ചെയ്യുന്ന നമുക്ക് ഡെയിലി വാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മറ്റേ വേരിയേഷൻസ്, അന്നുള്ള വേരിയേഷൻസ്, അതുപോലെ തന്നെ കറണ്ട് പ്രൈസ്, അതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് നമുക്ക് ഇതെപ്പോഴാണ് വാങ്ങേണ്ടത് നമ്മൾ ബാക്കി കോളങ്ങളിൽ എന്തായാലും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ഇൻഫോസിസിൻ്റെ ഈ കോളം ഒന്ന് കട്ട് ചെയ്ത് കളയുവാണ്. ഇൻഫോസിസിൻ്റെ കോളം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പം നമ്മൾ ആദ്യത്തെ ഒരെണ്ണം മാത്രം നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. എല്ലാത്തിനും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. എല്ലാത്തിനും ആദ്യത്തെ ഒറ്റ പ്രാവശ്യം നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് കോളം സെലക്ട് ചെയ്തതിന് ശേഷം താഴോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോർമുല എല്ലായിടത്തും അപ്ലൈ ചെയ്തോളും. നമ്മൾ ഇത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ കറണ്ട് പ്രൈസ് എടുത്ത് കളഞ്ഞു. ഞാൻ മേളത്തെ ഫോർമുല അപ്ലൈ ചെയ്ത മറ്റേ ഫസ്റ്റ് അത് മാത്രം ഞാൻ സെലക്ട് ചെയ്തിട്ട് താഴോട്ട് ഡ്രാഗ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി കറണ്ട് പ്രൈസ് ഇവിടെ അപ്ലൈ ആവും. ഓട്ടോമാറ്റിക്കലി വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്തത് ഓക്കെ, അത് കോളം ഫുള്ളായിട്ട് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ആഡ് ചെയ്യാൻ നേരം ഇതുപോലെ തന്നെ നമ്മൾ റെഫറൻസ് കോഡ് ഇടുക, അടുത്ത കമ്പനിയുടെ പേരിടുക. അതുപോലെ തന്നെ ഈ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറക്കാതെ കോഡ് തെറ്റാതെ കമ്പനിയുടെ കോഡ് ഇടുക. ബാക്കി നമ്മൾ താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം അപ്പോൾ നമ്മൾ ഈ ഫോർമുലാസ് എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇത് എല്ലാം വേണ്ടതെല്ലാം ഇട്ട് കഴിഞ്ഞ് എല്ലാം ഇതുപോലെ തന്നെ ഫോർമുല അപ്ലൈ ചെയ്യുക. മറ്റേ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിന് ലിങ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഫേസ്ബുക്കിൽ ഒന്നുകൂടെ അറ്റാച്ച് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്തിട്ട് അവിടെ ആ ഫോർമുല അതുപോലെ തെറ്റാതെ അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ചിലർക്ക് നോട്ട് ആപ്ലിക്കബിൾ എന്ന് കാണുന്നത് അത് ഗൂഗിൾ ഫൈനാൻസിൽ നോട്ട് അവൈലബിൾ എന്ന് കാണിക്കുന്നതുകൊണ്ടാണ്. മറ്റുള്ള ചില നമുക്ക് വേണ്ടത് ഡാറ്റാസ്, ഈ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസൊക്കെ നമുക്ക് മാനുവലായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഈ ചെയ്ത കാര്യങ്ങൾ ഉദ്ദേശം ഏകദേശം ശരിയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു ഇത് മറ്റ് സൈറ്റുകളിൽ നിന്നും കുറച്ച് ഗൂഗിൾ ഫൈനാൻസിലിൻ്റെ സൈറ്റിൽ നിന്നാണ് നമ്മൾ ഈ ഡാറ്റാസ് ഇങ്ങോട്ട് ഫീഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ വരുന്ന ഡാറ്റാസ് ആയിരിക്കും ഇതിനകത്ത് കുറച്ച് വേരിയേഷൻസ് ഉണ്ടാകാം. അപ്പോൾ ഒന്നുകൂടെ എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന നിതിൻ സ്പിന്നേഴ്സിൻ്റെ തന്നെ നോക്കാം. അത് നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ കോഡിട്ട് നമ്മൾ മനസ്സിലാക്കി. പിന്നെ കമ്പനിയുടെ പേര് നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടു. അതിനുശേഷം കമ്പനിയുടെ കോഡ് നമ്മൾ മണി കൺട്രോളിൽ പോയിട്ട് കോപ്പി ചെയ്തു. പിന്നെ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എത്ര മാർക്കറ്റ് ക്യാപ്പ് ഈ കമ്പനിയുടെ എത്ര എന്ന് അറിയാൻ പറ്റി. നമുക്ക് ഒന്നുകൂടെ നോക്കാം അത് കൃത്യമാണോ ഇല്ലയോ നോക്കാം. ഇവിടെ നമുക്ക് മാർക്കറ്റ് ക്യാപ്പ് കാണാൻ പറ്റും. 372.63 കോടി ആണ് എൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് കാണിച്ച് വെച്ചിരിക്കുന്നു. ഇവിടെ കാണിച്ചിട്ടുണ്ട് 370 സംതിങ് ഇവിടെ വന്നിരിക്കുന്നു.
ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്, പിന്നെ കറണ്ട് പ്രൈസ് നമുക്കിത് കൃത്യമായിട്ട് അറിയാൻ പറ്റും, നോക്കാം കറക്റ്റ് ആണെന്ന്. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്ലോസിങ് 89.30 ഇവിടെ ഫോർമുല അപ്ലൈ ചെയ്ത് കിട്ടിയിരിക്കുന്നത്. നമുക്കൊന്ന് വെരിഫൈ ചെയ്യാൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന്. അതിനകത്ത് 81.30, അതിനുശേഷം ഇതിൻ്റെ 52 മാസത്തെ ഹൈ എന്ന് പറയുന്നത് 107 48.90. അത് കറക്റ്റാണെന്ന് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. 52 മാസത്തെ ഹൈറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, 107.25. ഇത് നമ്മൾ ബോംബെ BSEയുടെ ഡീറ്റെയിൽസാണ് എടുത്തിരിക്കുന്നത്, NSE അല്ല. അതുകൊണ്ട് BSEയുടെ ശ്രദ്ധിക്കുക. 52 ആഴ്ചത്തെ ലോ എന്ന് പറയുന്നത് 48.90, നമ്മൾ കണ്ട പോലെ തന്നെ 107.25. അടുത്ത കോളത്തിൽ നമ്മൾ പ്രീവിയസ് ഡേയ്സ് ക്ലോസിംഗ് പ്രൈസ് 75.35 എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രീവിയസ് ഡേയ്സ് ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ 75.35 എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. ഇന്നത്തെ ഓപ്പൺ പ്രൈസ് 78.90 ഇന്നത്തെ ഓപ്പൺ പ്രൈസ്. ടുഡേയ്സ് ഓപ്പൺ പ്രൈസ് നമുക്കിവിടെ കാണാൻ പറ്റും 78.90. ടുഡേയ്സ് ലോ 82.70, ഹൈ 82.70, 75.20 ലോയും ഹൈയും. അത് കറക്റ്റാണ്, നമുക്ക് നോക്കാം. ഇന്നത്തെ ലോയും ഹൈയും അവിടെ കാണിച്ച പോലെ തന്നെ 75.20, 82.70 ലോയും ഹൈറ്റും കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസും ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസും പ്രീവിയസ് ക്ലോസിംഗ് പ്രൈസുള്ള ഡിഫറൻസ് 37 മൈനസ് 38.80, ₹1.80 ഡിഫറൻസാണ് ഇന്ന് ക്ലോസ് ചെയ്തപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് ഇന്ന് സ്റ്റോക്ക് 4.86% അപ്പാണ് ഈ സ്റ്റോക്ക്. അതുപോലെ മറ്റ് സ്റ്റോക്കുകളും അതിൻ്റെ വേരിയേഷൻസ്, എത്ര പെർസെൻറ്റേജ് ഡിഫറൻസ് ഇന്നലത്തെ ക്ലോസിങ്ങും ഇന്നത്തെ ഇന്നത്തെ പ്രൈസുമായിട്ടുള്ള ഡിഫറൻസ് എത്ര പെർസെൻറ്റേജിലാണെന്നുള്ള ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് 2 വാല്യൂം കൂടെ നോക്കാം, EPS ആൻഡ് PE. ഈ നിതിൻ സ്പിന്നിങ്ങിൻ്റെ EPS എന്ന് പറയുന്നത് 9.64 8.43. അത് കറക്റ്റാണ്, നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. PE എന്ന് പറയുന്നത് 8.43 ആൻഡ് 9.64. 8.43 9.64. 8.43 and 9.64. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഡാറ്റാസൊക്കെ എന്ത് ഫീഡ് ചെയ്തിരിക്കുന്ന ഡാറ്റാസൊക്കെ കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലായെങ്കിൽ നമുക്കൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് വാച്ച് ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. ഒരു പ്രാവശ്യം നമ്മളൊരു ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് ഇത് ചെയ്തതുപോലെ നിങ്ങൾ ഓരോ കമ്പനിയുടെ പേര് ഇതുപോലെ എടുത്തിട്ട് അവരുടെ കോഡ് വിട്ടിട്ട് ഈ ഫോർമുല അപ്ലൈ ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ട്യൂട്ടോറിയൽ വളരെ ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെങ്കിൽ പൊറുക്കുക. എന്തെങ്കിലും ഇതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ട് എന്തെങ്കിലും അതിനകത്ത് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അറിയാവുന്ന ആളുകൾ പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. സൈറ്റിൽ കാണിച്ചു തന്നിരുന്നു മറ്റേ ഗൂഗിൾ ഫൈനാൻസിൻ്റെ ആട്രിബ്യൂട്ട്സ് എവിടെ കിട്ടുന്നതെന്ന്. ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ അറ്റാച്ച് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഈ പേജിലുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. ഈ റിസോഴ്സിനുള്ള കോപ്പി ചെയ്യാം. അവിടുന്ന് നമ്മൾ ഗൂഗിളിൽ ഇപ്പോൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് കിട്ടും. പിന്നെ ഫോർമുല നമ്മൾ ഈ ആട്രിബ്യൂട്ട്സ് അപ്ലൈ ചെയ്താൽ മതി. പിന്നെ പറഞ്ഞിരുന്നു നമ്മളൊരു ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ ഒരു സ്റ്റോക്ക് എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് അതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് അത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. വലിയ താമസമില്ലാതെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. കുറച്ച് സമയം എടുക്കും, കാരണം കുറച്ച് ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ താമസമില്ലാതെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അതിനു മുമ്പായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ലിങ്കിന് വേണ്ടിയിട്ട് അയച്ചു തരാം. അപ്പം താല്പര്യമുള്ള ആളുകൾ ഇത് നമ്മൾ സാധാരണ ഫേസ്ബുക്കിൽ കാണുന്നതാണ്. നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. നമ്മൾ സ്റ്റോക്കിനെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് അതിനുവേണ്ടി മെനക്കെടണം. ആരെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും മേടിച്ചിട്ട് പെനി സ്റ്റോക്കിൻ്റെ ഒക്കെ പുറകെ പോയിട്ട് നമ്മുടെ കയ്യിൽ കാശ് കളയരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞതാണ്. പക്ഷെ എന്നാലും ഇപ്പോഴും പലർക്കും അതിനാണ് കൂടുതൽ താല്പര്യം. എന്തായാലും അത് അവരവൻ്റെ ഇഷ്ടം. നമ്മളതിനെപ്പറ്റി കൂടുതൽ
ചർച്ച ചെയ്യുന്നില്ല. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യുക. എന്തായാലും നമ്മുടെ അനുഭവത്തിൽ നിന്നും മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നും പലരുടെയും പൈസ പോയത് അറിയാം നേരിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ട്രാപ്പിൽ പോയി വീഴരുത് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് നമ്മൾ പഠിക്കാനും കൂടെ ശ്രമിക്കുക. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കുറച്ച് കാര്യങ്ങൾ മറ്റ് സൈറ്റുകളിൽ നിന്നും പോയിട്ട് നമ്മൾ തന്നെ അത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ വെറുതെ ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റില്ല. നമ്മളും കൂടെ അറിയണം നമ്മൾ എന്താ ചെയ്യുന്നത്. നമ്മൾ പൈസ നമ്മൾ മുടക്കുമ്പോൾ എന്തിന് പൈസ മുടക്കുന്നു, എങ്ങനെ പൈസ മുടക്കുന്നു നമ്മളിവിടെ അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ആളുകൾ ഇതിന് തയ്യാറാകണമെങ്കിൽ മാത്രമേ ഈ ട്യൂട്ടോറിയൽ പ്രയോജനപ്പെടുത്തുള്ളൂ. അപ്പം താല്പര്യമുള്ളവർ അത് ട്യൂട്ടോറിയൽ നോക്കിയിട്ട് അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആ സൈറ്റുകളിൽ പോയിട്ട് ഇപ്പോൾ ചെയ്ത ട്യൂട്ടോറിയൽ തന്നെ നമുക്ക് എങ്ങനെ ചെയ്യാം അത് ഓരോരുത്തർ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അടുത്ത ട്യൂട്ടോറിയൽ റെഡിയാകുമ്പോൾ അത് ഞാൻ ലിങ്ക് താല്പര്യമുള്ളവർക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അയച്ചു തരാനായിട്ട് നിങ്ങൾ താല്പര്യമുള്ള ഉദ്ദേശിക്കുന്ന കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരെന്നാണ്. പലരും ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കാറുണ്ട്. പേഴ്സണലി ഞങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. അതൊരു എക്സ്ക്യൂസ് അല്ല. ഓക്കെ, കുഴപ്പമില്ല. പുതിയ ആളുകളുണ്ടാവും. എല്ലാവരും പുതിയതായിട്ട് വന്നവരാണ്. നമ്മളൊക്കെ ഇങ്ങനെ പഠിച്ചവരാണ്. ആരും പഠിപ്പിച്ചാൽ ഇതുപോലെ തന്നെ നോക്കിയും കണ്ടും നമ്മൾ സൈറ്റുകളിൽ നിന്നും മറ്റും ചോദിച്ച് അറിയാവുന്നവരുടെ ഇങ്ങനെ കണ്ടൊക്കെ പഠിച്ചതാണ്. അപ്പം താല്പര്യമുള്ളവർ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ ഈ കാണുന്ന ഡീറ്റെയിൽസ് അയച്ചു തരിക. ഞാൻ ആ ലിങ്ക് നിങ്ങൾക്ക് റെഡി ആയി കഴിയുമ്പോൾ ഫോർവേഡ് ചെയ്തു തരുന്നു.